ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഫാമിലിയും എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമാണ്. എണീറ്റു. അപ്പോൾ അതിൻ്റെ സ്കൂളിൽ വിടണം, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 പക്ഷേ ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു. മോൻ്റെ അപ്പൂസിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാമെന്നും പറഞ്ഞാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട്. പക്ഷേ അന്നേരം എനിക്ക് മോൻ നല്ല തീരെ ചെറുതായതുകൊണ്ട് ടൈമും കിട്ടാറില്ലായിരുന്നു. ഇത് നമ്മുടെ ഒറോട്ടി ഞാൻ പരത്തി ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ആ കളറിലിരിക്കുന്നത് ഞാൻ അതിനകത്ത് ഇച്ചിരി റാഗിപ്പൊടി ചേർക്കും. കാരണം ഈ റാഗിപ്പൊടി പിള്ളേർ കഴിക്കത്തില്ല വേറെ ഒരു രീതിയിലും. അപ്പോൾ ഈ പുട്ടിനകത്ത് അല്ലെങ്കിൽ ഒറോട്ടിക്കകത്തൊക്കെ ഞാൻ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫിഷ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ അനത്തുന്നു. ഇക്ക പള്ളിയിലൊക്കെ പോയിട്ട് ഇതാ വന്ന് 2 ഷർട്ടൊക്കെ, ഒരു ടീഷർട്ട് അടിയിലുണ്ട്, ഒരു ഷർട്ട് മുകളിലുണ്ട്, കിടുങ്ങി വിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ജൂൺ 2 ഒരു വീഡിയോ ചുമ്മാ ഫേസ്ബുക്കിൽ ഇക്ക ഇട്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതൊരു 2000-3000 പേര് കണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ വീഡിയോ ഇതിനകത്തൊന്ന് ഇട്ട് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ ചുമ്മാ യൂട്യൂബിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. മോൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസ്ക് ആയിരുന്നു ഓരോ വീഡിയോസും ഇടുന്നത്. എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എഡിറ്റിങ്ങും ഒക്കെ നമ്മളെ യൂട്യൂബ് വഴി തന്നെയാണ് ഞാൻ പഠിച്ചതും. ഇപ്പം ഞാനിരുന്ന് ബുക്ക് മറിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാത്രമല്ല ഇപ്പോഴും ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 2 മാസമായി ഞാൻ നന്നായിട്ടൊന്ന് പ്രിപ്പറേഷൻ മുടക്കി കളഞ്ഞിട്ട്. അതായത് ഞാൻ പഠനം 2 മാസമായിട്ട്, അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ പഠനം നടക്കുന്നത് ഭയങ്കര കമ്മിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എനിക്ക് LDയുടെ എക്സാമിന് 2 മാസമേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടി തന്നെ ഇച്ചിരി രാവിലെ എണീറ്റ് ഒരു 4 മണിക്ക് അലാറം വെച്ചെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു കേട്ടോ. എന്നിട്ട് 5 മണിയായി ഞാൻ എഴുന്നേറ്റപ്പം. എണീറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വന്ന്, അപ്പോൾ ഇക്ക പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇക്കാക്ക് ഞാൻ ചായയൊക്കെ അനത്തി കൊടുത്തിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഒറോട്ടി ഓൾറെഡി ഇന്നലെ രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഒറോട്ടിക്ക് കോമ്പിനേഷൻ തേങ്ങാപ്പാൽ പിള്ളേർക്ക് ഇഷ്ടമാണ്, ഇക്കായ്ക്കും ഇഷ്ടമാണ്. അപ്പം ഒറോട്ടിയും തേങ്ങാപ്പാലും ആക്കി. അതുകൊണ്ട് തന്നെ ഒരു 6-7 മണിയായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറിയത്. പിന്നെ മോരും മെഴുക്ക് പുരട്ടിയും ചോറും മാത്രം മതിയല്ലോ. അതുകൊണ്ട് ചായ അനത്തിയപ്പോൾ തന്നെ ഞാൻ കുക്കറിൽ അരിയും ഇട്ടായിരുന്നു. അപ്പം ചോറ് ആ സമയത്തേക്കും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം രാവിലെയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല സൈലൻ്റായിട്ട് നല്ല ഫ്രഷ് മൈൻഡോടെ നമുക്കിരുന്ന് പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. പക്ഷേ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്കും ഈ പറഞ്ഞിട്ട് ഒന്നുകിൽ രാത്രിയിൽ മക്കളെല്ലാം ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ രാവിലെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് രാവിലെ പഠിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം രാത്രി നമ്മൾ ജോലിയൊക്കെ ചെയ്ത് മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മളെ മൈൻഡും ബോഡിയും എല്ലാം ഭയങ്കരമായിട്ട് ഇതായിരിക്കും അല്ലേ, എന്തുവാ വാക്ക് പറയുന്നത്, ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. അപ്പം ആ ക്ഷീണത്തിനകത്ത് നമ്മൾ ബ്രെയിനും ഒക്കെ നല്ല രാവിലെ മുതലേ വർക്ക് ചെയ്ത് നല്ല ക്ഷീണം കാണും. അപ്പം നമ്മൾ പോയിരുന്ന് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊന്നും കയറത്തില്ല. എല്ലാവരെയും കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നും രാത്രി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കയറി കാണുക. അപ്പം 3 പേരും എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. ഞാൻ അവരെ വിളിച്ചുണർത്താൻ നോക്കുന്നുണ്ട്. അപ്പം 3 പേരെ ഇനി സ്കൂളിൽ വിടണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും, സീ യു.